التمسك بالأثر نجاه. 53-ാമത്തെ ചോദ്യം. മാ അർക്കാനുൽ ഈമാൻ, ഈമാനിൻ്റെ സ്തംഭങ്ങൾ ഏതൊക്കെയാണ്? അൽ ജവാബ്, അതിനുത്തരം എന്താ? നമുക്കൊക്കെ അറിയാം, നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു പഠിച്ചിട്ടുള്ള, കാണാതെ പഠിച്ചിട്ടുള്ള 6 കാര്യങ്ങൾ. അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹ്. അള്ളാഹുവിലുള്ള വിശ്വാസം, അവൻ്റെ മലക്കുകളുള്ള വിശ്വാസം, കിതാബുകളുടെ വിശ്വാസം, റസൂലുമാരുടെ വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ഖദറിലെ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണുള്ള വിശ്വാസം. ഈ 6 കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തത് ഈ 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണെങ്കിൽ പോലും വളരെ ചുരുക്കത്തിൽ ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോവാം. ഒന്നാമത്തെ അള്ളാഹുള്ള വിശ്വാസം. നമ്മൾ നേരത്തെ പറഞ്ഞു 4 കാര്യങ്ങളാണ് അതിലുള്ളത്. അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം, നമ്മൾ നേരത്തെ അതിൻ്റെ തെളിവുകളൊക്കെ പറഞ്ഞിരുന്നു. മനുഷ്യ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവം ആളുകളെ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇക്കണ്ട കാലം അത്രയും കഴിഞ്ഞു പോയിട്ട് അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ വളരെ അപൂർവമാണ്. കാരണം മനുഷ്യൻ്റെ ഫിത്രത്തിൽ തന്നെ ഉറപ്പുള്ള വ്യക്തമായ ബോധ്യമുള്ള കാര്യമാണ് ഇതിനെല്ലാത്തിനെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ്, അങ്ങേയറ്റം കഴിവുള്ള, എല്ലാം അറിയുന്ന, എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു സൃഷ്ടാവ് ഇതിനെല്ലാത്തിനും ഉണ്ട് എന്ന കാര്യം മനുഷ്യൻ്റെ ഫിത്രത്തിൽ ഉണ്ട്. അവൻ്റെ തെളിഞ്ഞ ബുദ്ധി അത് അംഗീകരിക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലുള്ളതും അവൻ്റെ ഉലൂഹിയത്തിലും അസ്മാഉ സിഫാത്തിലും വിശ്വസിക്കുക എന്നുള്ളത്. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങൾ, സൃഷ്ടിക്കുക, ഉടമപ്പെടുത്തുക, നിയന്ത്രിക്കുക, ജീവിപ്പിക്കുക, മരിപ്പിക്കുക, കാറ്റ് പെയ്യിപ്പിക്കുക, മഴ പെയ്യിപ്പിക്കുക, സന്താനങ്ങളെ നൽകുക, രോഗം മാറ്റുക, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചെന്ന അവൻ്റെ പ്രവർത്തനങ്ങൾ, അത് അവനെ മാത്രമേ ഉള്ളൂ. പക്ഷെ അവനെ സൃഷ്ടിക്കുന്നവനായിട്ടുള്ളൂ, അവനെ മരിപ്പിക്കുന്നവനായിട്ടുള്ളൂ, അവൻ മാത്രമേ മഴ പെയ്യിപ്പിക്കുന്നവനായിട്ടുള്ളൂ, അവൻ മാത്രമേ സന്താനങ്ങൾ നൽകുന്നവനായിട്ടുള്ളൂ എന്നുള്ള വിശ്വാസമാണ്. അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനെ ഉള്ളൂ എന്നുള്ള വിശ്വാസമാണ് റുബൂബിയത്തുള്ള വിശ്വാസം. ഉലൂഹിയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നമ്മുടെ ഇബാദത്തുകൾ അത് അള്ളാഹുവിനെ അർഹിക്കുന്നുള്ളൂ, ബാക്കി ആർക്കും അതിന് യാതൊരു അർഹതയുമില്ല. എത്ര വലിയ ശ്രേഷ്ഠതയുള്ള ആളുകളായിക്കോട്ടെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയാലും, ജിബ്രീൽ അലൈഹിസ്സലാം ആയാലും, അബൂബക്കർ സിദ്ദീഖ് ആയാലും, ആരായാലും അതിനുള്ള അർഹത അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കേ ഉള്ളൂ. എൻ്റെ പ്രാർത്ഥനയ്ക്കും എൻ്റെ ബലികർമ്മങ്ങൾക്കും എൻ്റെ സുജൂദിനും എൻ്റെ വരമേൽപ്പിക്കലിനും പ്രതീക്ഷയ്ക്കും പേടിക്കും എല്ലാത്തിനും അർഹതപ്പെടുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഉലൂഹിയത്തുള്ള വിശ്വാസം. പിന്നെ അസ്മാ വ സിഫാത്ത്, അള്ളാഹുവിനെ ഉണ്ടെന്ന് പഠിപ്പിച്ചെന്ന ഒരുപാട് നാമ ഗുണവിശേഷണങ്ങളുണ്ട്. ഉണ്ടെന്ന് പഠിപ്പിച്ചെന്നുണ്ട്, ഇല്ല എന്ന് പഠിപ്പിച്ചെന്നുണ്ട്. അള്ളാഹു എന്നെന്ന് ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാത്തിനും നിയന്ത്രിക്കുന്നവനാണ്, അവൻ ഏകനാണ്, അവനെ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അങ്ങനെ ധാരാളം വിശേഷണങ്ങളുണ്ടല്ലോ. ഒരുപാട് സൂറത്തുൽ ഇഖ്ലാസിലും ആയത്തുൽ കുർസിയിലും അങ്ങനെ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ ധാരാളം കടന്നു വരുന്നുണ്ട്. അതെല്ലാം അള്ളാഹു എങ്ങനെയാണോ അറിയിച്ചെന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കുക. അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പഠിപ്പിച്ചെന്നാൽ മുഖമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുക. അള്ളാഹുവിന് കൈയുണ്ടെന്ന് പഠിപ്പിച്ചെന്നാൽ കൈയുണ്ടെന്ന് തന്നെ വിശ്വസിക്കുക. അതൊരു സൃഷ്ടിയുടേതും പോലല്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കുക.
ഒന്നിനെയായിട്ട് സാദൃശ്യപ്പെടുത്തി നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. എന്നാൽ അവൻ പറഞ്ഞതിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യാം. ഇതാണ് അസ്മാ വ സിഫാത്തിലുള്ള വിശ്വാസം. പിന്നെ ഉള്ളത് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഉണ്ടെന്നും അവരിൽ നമ്മൾക്ക് പേര് അറിയിച്ചു തന്ന മലക്കുകളെ പേരോടുകൂടി തന്നെ വിശ്വസിക്കുക. ഉദാഹരണം ജിബ്രീൽ അലൈഹിസ്സലാം, അതുപോലെ തന്നെ മീകായിൽ അലൈഹിസ്സലാം, അതുപോലെ തന്നെ മറ്റൊരുപാട് മലക്കുകൾ പേരുകൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അത്തരം മലക്കുകളെ ആ പേരുകളോടുകൂടി തന്നെ വിശ്വസിക്കുക എന്നുള്ളത് ഈ മലക്കുകളുടെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ അവരിൽ ചിലർക്ക് ചില ജോലികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിക്ക് ഏൽപ്പിച്ചു കൊടുത്ത കർത്തവ്യം എന്നുള്ളത് നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കർത്തവ്യം എന്നുള്ളത് കാഹളത്തിൽ ഊതുക, അതായത് ലോകം അവസാനിക്കുന്നതും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതും കാഹളത്തിൽ ഊതപ്പെടുമ്പോഴാണല്ലോ. അത് ഏൽപ്പിക്കപ്പെട്ടുള്ളത് ഇസ്രാഫീൽ എന്ന പേരുള്ള മലക്കിന്. അതേപോലെ ഖബറിൽ ചോദ്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മുൻകർ നക്കീർ എന്ന പേരുള്ള മലക്കുകളുണ്ട്. ഇങ്ങനെ ധാരാളം മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പല കർത്തവ്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ എല്ലായ്പ്പോഴും ഇബാദത്തിനായി ഒഴിഞ്ഞിരിക്കുന്ന മലക്കുകളുമുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ജോലികൾ അല്ലെങ്കിൽ ആ കർത്തവ്യങ്ങൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മലക്കുകളെ സംബന്ധിച്ച് അവരുടെ വിശേഷണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതുപോലെ? അവർക്ക് ചിറകുകളുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ സൃഷ്ടിച്ച രൂപത്തിൽ കണ്ട 2 സന്ദർഭങ്ങളേ ഉള്ളൂ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് 600 ചിറകുകളുണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്. എന്ന് മാത്രമല്ല, അദ്ദേഹം മുന്നിൽ അള്ളാഹു സൃഷ്ടിച്ച രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചക്രവാളം മറന്നുവെന്ന്. ചക്രവാളം മറയുമാറ് വലിപ്പമുള്ള സൃഷ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അതേപോലെ തന്നെ അർശ് വഹിക്കുന്ന 8 മലക്കുകളിൽ ഒരു മലക്കിൻ്റെ വലിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് അതിൻ്റെ ചെവിക്കുറ്റി മുതൽ തോള് വരെ 70 വർഷത്തെ വഴിദൂരമുണ്ട് എന്ന് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതേപോലെ വേറെയും പല വിശേഷണങ്ങൾ. ഉദാഹരണത്തിന് ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിനോടൊപ്പം മലക്കുകൾ പങ്കെടുത്തതായി ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഏതുപോലെ? ഒരു സഹാബി, ബദറിൽ പങ്കെടുത്തൊരു സഹാബി പറയുന്നതായി കാണാം അദ്ദേഹത്തിൻ്റെ അനുഭവം. അദ്ദേഹം ഒരു ശത്രുവിനെ നോക്കി വയ്ക്കുകയും പതിയിരിക്കുകയും ആ ശത്രുവിനെ കൊലപ്പെടുത്താൻ വേണ്ടി ആയുധം ഉയർത്തുകയും ചെയ്യുമ്പോഴേക്കും ആ ശത്രു 2 കഷ്ണമായി മുറിഞ്ഞു വീഴുന്നതായി അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന് അനുഭവമായി പറയുന്നതായിട്ട് കാണാം. അങ്ങനെ ധാരാളം വിശേഷണങ്ങൾ അവരെ സംബന്ധിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന് ഓർക്കപ്പെടുന്ന ദീനിൻ്റെ മജ്ലിസുകൾ അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന മലക്കുകളുണ്ടെന്നും അവരുടെ കാര്യങ്ങൾ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുക, അങ്ങനെ ധാരാളം വിഷയങ്ങൾ മലക്കുകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ മലക്കുകളുടെ എണ്ണം എന്നുള്ളത് നമുക്കൊരിക്കലും തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്രയാണ്. അതിനൊറ്റൊരു ഉദാഹരണം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജിന് ആ ഒരു സന്ദർഭത്തിൽ 7 ആകാശങ്ങൾക്ക് മുകളിൽ ഒരു ബൈത്തുൽ മഅമൂർ എന്ന് പേരുള്ളൊരു ആരാധന കേന്ദ്രം കാണാം. അവിടെ ഓരോ സന്ദർഭത്തിലും ഓരോ ഗ്രൂപ്പായിട്ടാണ് മലക്കുകൾ പ്രവേശിക്കുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു തവണ 70,000 മലക്കുകളാണ് ഒരു സമയത്ത് പ്രവേശിക്കുക. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അടുത്ത 70,000 പ്രവേശിക്കുക. ഇങ്ങനെയാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാഴ്ച കണ്ടത്. അപ്പോൾ ഈ 70,000 എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ പ്രവേശിച്ച 70,000 പിന്നീട് ഒരിക്കലും പ്രവേശിക്കുന്നില്ല. ഒരിക്കൽ 70,000 മലക്കുകൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവർ പ്രവേശിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോഴും അവർ ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മലക്കുകൾ ഓരോരോ ഗ്രൂപ്പുകളായി 70,000 പേരുടെ ഗ്രൂപ്പുകൾ, സംഘങ്ങൾ ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത്രമാത്രം മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ ഈ മലക്കുകളുടെ വിശ്വാസം നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ട ചില ക്വാളിറ്റികളുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ റബ്ബിനോട് മാത്രമേ ഇബാദത്തുകൾ നൽകുകയുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, നമ്മുടെ ആവശ്യങ്ങൾ അവനോട് മാത്രമേ ചോദിക്കൂ. അങ്ങനെ കുറേ അതിൻ്റെ റിസൾട്ടുകൾ, അതിൻ്റെ സമറത്തുകൾ ഉള്ളതുപോലെ, അതിൻ്റെ ഫലങ്ങളുള്ളതുപോലെ തന്നെ മലക്കുകളുടെ വിശ്വാസത്തിനും അതിൻ്റേതായിട്ടുള്ള സമറത്തുകൾ, ഫ്രൂട്ട്, അതിൻ്റെ ഫലങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണെന്ത്? നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം നമ്മളോട് റഹ്മത്തുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഓരോരുത്തരുടെയും മേൽ സംരക്ഷകനായിക്കൊണ്ട് മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരുടെയും മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പല ഷർറുകളിൽ നിന്നും സംരക്ഷിക്കാൻ മലക്കുകളെ സംരക്ഷകരായി നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ, നമ്മളെ ഏറ്റവും വലിയ ശത്രുവായ ശൈത്താൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും തന്ത്രങ്ങൾ മെനയുകയും ചെയ്തുകൊണ്ടിരിക്കുക. ആ ശത്രുവിനെയാണെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലുമില്ല. ആ ശത്രുവാണെങ്കിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇത്രയും കൊടിയ ശത്രുതയുള്ള, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്തൊരു ശത്രു നമ്മൾ ജീവിക്കുന്നതിനിടയിൽ, നമ്മൾക്കിടയിൽ തന്നെ ഇരിക്കെ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രയാസത്തിൽ പെടാതെ, ഒരു ഷർറിൽ പെടാതെ രക്ഷപ്പെടാൻ സാധിക്കുന്നത്? അതിന് ഏറ്റവും വലിയ കാരണം ഈ മലക്കുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സംരക്ഷണത്തിനോട് നിശ്ചയിച്ച ഈ മലക്കുകളാണ് അതിന് ഏറ്റവും വലിയ കാരണം. അതേപോലെ തന്നെ അതിൻ്റെ ഈ മലക്കുകളുടെ വിശ്വാസത്തിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫലമാണെന്ത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊരു പ്രവർത്തനം, ആരും കാണാതെ, ആരും അറിയാതെ, ആരും നോക്കാനില്ലാത്ത സന്ദർഭത്തിലാണെങ്കിൽ പോലും, അതൊരു നന്മ ചെയ്യാനാണെങ്കിലും തിന്മ ചെയ്യാനാണെങ്കിലും നമുക്ക് കൃത്യമായ ബോധ്യം വരും. ഇത് ഈ മലക്കുകൾ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും, അതെത്ര ചെറിയ പ്രവർത്തനമാണെങ്കിൽ പോലും ഒന്നുപോലും വിട്ടുകളയാതെ മലക്കുകൾ എഴുതി രേഖപ്പെടുത്തി വയ്ക്കും. എന്ന് മാത്രമല്ല, ഈ എഴുതി രേഖപ്പെടുത്തി വെച്ച ഏടുകളുമായി നമ്മൾ നമ്മുടെ റബ്ബിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയും അവൻ നമ്മളോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുള്ള ബോധ്യം, നമുക്ക് മലക്കുകളെ സംബന്ധിച്ചുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കേണ്ട ഒരു റിസൾട്ടാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം, അവൻ എത്രമാത്രം കഴിവുള്ളവനാണ്, അവൻ എത്രമാത്രം അധികാരമുള്ളവനാണല്ലേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആകാശത്ത് ആ 4 വിരലുകൾ കൂട്ടി വെക്കാനുള്ളൊരു സ്ഥലം ആകാശത്തുണ്ടെങ്കിൽ അവിടെ സുജൂദ് ചെയ്യുന്നൊരു മലക്കുണ്ടാവുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും മലക്കുകളെ കൊണ്ട് ആകാശം നിറഞ്ഞിരിക്കുക. അതിൽ പല മലക്കുകളും സൃഷ്ടിക്കപ്പെട്ട അന്നു മുതൽ ഇബാദത്തുകൾ തന്നെയാണ്. വർഷങ്ങളായി ഇബാദത്തുകൾ തന്നെ അവർ കഴിച്ചു കൂട്ടുകയാണ്. അവരൊരിക്കലും ആ ഇബാദത്തുകൾ അവർക്ക് മടുപ്പ് വരികയോ ക്ഷീണിക്കുകയോ അവർക്ക് പ്രയാസമാവുകയോ ചെയ്യുന്നില്ല. അങ്ങനത്തെ മലക്കുകളുണ്ട്. എത്രത്തോളം ഹദീസുകളിൽ കാണാം, ചില മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ സുജൂദിൽ തന്നെ, ചിന്തിച്ചു നോക്കാം, സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ സുജൂദിൽ തന്നെ കഴിയുന്ന മലക്കുകളുണ്ട്. അവർ റബ്ബിലേക്ക് നോക്കാൻ അവർക്കൊരു സാഹചര്യം, ഒരു എളുപ്പം, ഒരു അനുവാദം കിട്ടുമ്പോൾ അവർ അള്ളാഹുലേക്ക് അവരുടെ ദൃഷ്ടികൾ ഉയർത്തും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ കാണുമ്പോൾ അവർ പറയുന്നതെന്നറിയോ? റബ്ബേ, നിന്നെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ല എന്ന് പറയും. അത്രയും വർഷങ്ങൾ സുജൂദിൽ തന്നെ കഴിച്ചു കൂട്ടിയ മലക്കുകൾ റബ്ബിനെ കാണുമ്പോൾ പറയുന്ന വാക്കാണ്, റബ്ബേ, ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ല എന്ന മലക്കുകൾ പറയും. അങ്ങനെ ധാരാളം ഗുണങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിശ്വാസമാണ് മലക്കുകളുടെ വിശ്വാസം എന്നുള്ളത്. പിന്നെ അതിനുശേഷം കുതുബിഹി, കിതാബുകളുടെ വിശ്വാസം. കിതാബുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? പല കാലഘട്ടങ്ങളിലും പല സമൂഹങ്ങളിലേക്കും റസൂലുമാർ അയച്ചിട്ടുണ്ട്. ആ റസൂലുമാരുടെ സമൂഹങ്ങൾക്ക്
എന്താണ് ഹിദായത്ത്, നേരായ മാർഗം എന്താണ്, അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കേണ്ടത് എങ്ങനെയാണ്, അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ ഗ്രന്ഥങ്ങളായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങൾ അന്നത്തെ കാലത്തെ ആ ജനവിഭാഗം അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കുമായിരുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല പ്രവാചകന്മാർക്കും പല നബിമാർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. പല കാലഘട്ടങ്ങളിൽ പല നബിമാർക്കായി പല സമൂഹങ്ങളിലേക്ക് അയച്ച ഗ്രന്ഥങ്ങൾ. അതേപോലെ തന്നെ അതിൽ നമ്മൾക്ക് പേരുകൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളതിൽ പേരോടുകൂടി തന്നെ വിശ്വസിക്കണം. ഇപ്പോൾ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ, ഇങ്ങനെ നമുക്ക് പേരുകൾ പഠിപ്പിക്കപ്പെട്ടത് പേര് അങ്ങനെ തന്നെ അങ്ങനെയുള്ള പേരുകളോടുകൂടി തന്നെ നമ്മൾ വിശ്വസിക്കണം. അതേപോലെ തന്നെ ഈ ഗ്രന്ഥങ്ങൾ ആർക്കാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ വിശ്വസിക്കണം. അപ്പോൾ തൗറാത്ത് മൂസ അലൈഹി ഇസ്ലാമിക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇഞ്ചീൽ ഈസ അലൈഹി ഇസ്ലാമിക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. അതേപോലെ സബൂർ ദാവൂദ് അലൈഹി ഇസ്ലാമിക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. അതേപോലെ നമ്മുടെ റസൂലായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു, അതിലുള്ളതെല്ലാം ഹിദായത്ത് തന്നെയാണ്. ആ കാലഘട്ടത്തിലെ ആളുകൾ അതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, ആ ഗ്രന്ഥങ്ങളിൽ ഒക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതിനു പുറമെ പല കാര്യങ്ങളും കടന്നുകൂടിയിട്ടുണ്ട്. ഖുർആനിലൊഴിച്ച് ബാക്കി എല്ലാത്തിലും, എല്ലാ ഗ്രന്ഥങ്ങളിലും ഒന്നുപോലും വിട്ടൊഴിയാതെ എല്ലാ ഗ്രന്ഥങ്ങളിലും പല കൈകടത്തലുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിലുള്ളത് പലതും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, അതിലില്ലാത്തത് പലതും കടത്തിക്കൂട്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഖുർആൻ എന്ന കിതാബ് അവതരിപ്പിക്കപ്പെട്ടതോടുകൂടെ മറ്റ് മുൻപ് കഴിഞ്ഞ കിതാബുകളെല്ലാം നസ്ഖ് ചെയ്യപ്പെട്ടു. നസ്ഖ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കിതാബുകൾ അനുസരിച്ച് ജീവിക്കാൻ, അല്ലെങ്കിൽ ആ കിതാബുകൾ അനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ഖുർആൻ അനുസരിച്ച് ജീവിച്ചാലേ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നർത്ഥം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, മുൻപ് കഴിഞ്ഞ കിതാബുകളിലൊക്കെ അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള നിയമം, ആ കിതാബുകൾ റസൂലുമാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള നിയമം എന്ന് മാത്രമല്ല, ആ റസൂലുമാർ അവർ സമൂഹങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ള നിയമം. ഖുർആൻ എന്ന കിതാബ് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാലേ സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. പല ആളുകളും എന്താ പറയുക, തൗറാത്ത് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, ഇഞ്ചീൽ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരൊക്കെയും ഇന്നത്തെ കാലത്തും സ്വർഗത്തിലേക്ക് എത്തും എന്ന ചിന്ത പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ട്. അത് ശരിയല്ല. ഇപ്പം മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, അവസാന കാലഘട്ടത്തിൽ മസീഹുദ് ദജ്ജാൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ മസീഹുദ് ദജ്ജാലിനെ വധിച്ചു കളയുക ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, അതായത് ഇഞ്ചീൽ കിട്ടിയ അതേ ഈസ ഇബ്നു മറിയം, അദ്ദേഹം ഇറങ്ങി വന്ന് ദജ്ജാലിനെ വധിച്ചു കളഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ചു കാലം ജീവിക്കുന്നുണ്ട് ദുനിയാവിൽ. പക്ഷെ അദ്ദേഹം ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്തൊരിക്കലും ഇഞ്ചീൽ അനുസരിച്ചിട്ടല്ല ജീവിക്കുക. നമ്മൾ ചിന്തിച്ച് നോക്കണം, ഇഞ്ചീൽ കിട്ടിയ റസൂലാണ്, ഇഞ്ചീൽ കിട്ടിയ റസൂല് പോലും ഇഞ്ചീൽ അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്, മറിച്ച് ഖുർആൻ അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതേപോലത്തെ മറ്റൊരു സംഭവമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തൗറാത്തിൻ്റെ, മൂസാ നബിയുടെ കിതാബാണ് തൗറാത്ത്, അതിൻ്റെ ചില ഏടുകൾ, അത് കലർപ്പില്ലാത്ത ഏടുകൾ എന്തോ എവിടെ നിന്നോ കിട്ടിയിട്ട് അദ്ദേഹം സന്തോഷത്തോടെ ആവേശത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരികയും അത് വായിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കും, ഇത് മൂസാ നബിയുടെ കിതാബല്ലേ, അള്ളാഹു ഇറക്കി കൊടുത്തതല്ലേ എന്ന രൂപത്തിൽ സന്തോഷിക്കുന്ന വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഓടി വന്നിട്ട് വായിക്കുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ദേഷ്യം കൊണ്ട് അങ്ങേയറ്റം ചുവക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വളരെ ശക്തമായ രൂപത്തിൽ ആക്ഷേപിക്കുകയും അവസാനം പറയാൻ, ലൗ കാന മൂസ ഹയ്യൻ
ലമാ വസിഅഹു ഇല്ലത്തിബായി. മൂസ എങ്ങാനും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റാതെ മൂസാക്ക് മറ്റൊരു നിവൃത്തിയും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് അള്ളാഹു നിശ്ചയിച്ച നിയമമാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങൾക്കോ മറ്റുള്ള നബിമാരുടെ ശരീഅത്തുകൾക്കോ ഒന്നും ഇവിടെ യാതൊരു സ്ഥാനവുമില്ല, പ്രാധാന്യമില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കിതാബുകളുടെ വിശ്വാസത്തിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ, ഫലങ്ങളുണ്ട്. ആ ഒരു ഈമാൻ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ചില ചിന്തകൾ. അതിലൊന്നാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടത്തിലെ ആളുകൾക്കും ഒരേ കിതാബല്ല അവതരിപ്പിക്കുന്നു. മൂസാ നബിയുടെ കാലഘട്ടത്തിലെ ആളുകൾക്ക് അവർക്ക് അനുയോജ്യമായ കിതാബ് അവതരിപ്പിക്കുന്നു. ഈസാ നബിയുടെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അവർക്ക് അനുയോജ്യമായത് അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ മൂസാ നബിയുടെ കാലഘട്ടത്തിലുള്ള പല ഹറാമുകളും ഈസാ നബിയുടെ കാലഘട്ടത്തിൽ ഹലാലാണ്. എന്നുവെച്ചാൽ പല വിധിവിലക്കുകളും അടിസ്ഥാനം ഒന്ന് തന്നെയാണെങ്കിലും, തൗഹീദും ഈമാനും ഒക്കെ തന്നെയാണെങ്കിലും അതിൻ്റെ വിശദാംശങ്ങളിൽ പലതിലും വ്യത്യാസങ്ങളുണ്ട്, പല വിധിവിലക്കുകളിലും മാറ്റങ്ങളുണ്ട്. അത് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കി തരുന്നുണ്ട്? നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം എന്താണെന്നറിയോ? ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ആളുകൾക്ക് നിർബന്ധമാക്കിയ വേദഗ്രന്ഥമാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഖുർആൻ ഖിയാമത്ത് നാൾ വരേക്കും അനുയോജ്യമായ ഗ്രന്ഥമാണ്. ഈ ഖുർആൻ എന്നുള്ളത്, അതിൻ്റെ വിധിവിലക്കുകൾ എന്നുള്ളത് ഇതെന്തിനാ പറയുന്നത് വെച്ചാൽ, പല ആളുകളും ഇത് എത്രയോ 1400 വർഷം മുമ്പുള്ള വിധിവിലക്കുകളല്ലേ, ഇതൊക്കെ ഇങ്ങനെ ഈ കാലത്തും അത് നമുക്ക് കൃത്യമായി ഫോളോ ആക്കാൻ പറ്റുക, ഇതിപ്പോൾ മോഡേൺ അല്ലേ, 21-ാം നൂറ്റാണ്ടല്ലേ, ഒരുപാട് ടെക്നോളജി ഡെവലപ്പായില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ആയില്ലേ, കൾച്ചറൊക്കെ മാറിയില്ലേ, ഇങ്ങനെയല്ലേ എന്നൊക്കെ പല ആളുകളും മുസ്ലിമീങ്ങൾ തന്നെ സംസാരിക്കുകയും ദീൻ്റെ വിധിവിലക്കുകൾ എന്തോ ഈ കാലത്ത് പ്രാവർത്തികമാക്കാൻ പറ്റാത്തൊരു കാര്യത്തെ പോലെ അതിന് സംസാരിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് വലിയ അപകടമാണ്. അത് ചിലപ്പോൾ ഒരാളെ മുസ്ലിം അല്ലാതാക്കാൻ മാത്രം പോകുന്ന വലിയ ഗൗരവമായ തിന്മ. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് അള്ളാഹു ഈ ഖുർആനിനെ എല്ലാ കാലഘട്ട ഖിയാമത്ത് നാൾ വരേക്കുമുള്ള കിതാബായി നിശ്ചയിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ കിതാബ്, ഈ ഒരു ശരീഅത്ത് ഇത് ഖിയാമത്ത് നാൾ വരേക്കും സ്യൂട്ടബിളാണ്. എത്ര ഇനി ടെക്നോളജി ഡെവലപ്പായാലും, എത്രയൊക്കെ സയൻസ് ഇനി മോഡേൺ ആയാലും, ഈ ഇസ്ലാം അത് നമുക്കൊരിക്കലും ഔട്ട് ഓഫ് ഡേറ്റ് ആവില്ല. നമുക്കത് പ്രാക്ടിക്കൽ അല്ലാത്തൊരു ദീനാവില്ല. കാരണം ഭാവി അറിയുന്ന എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി അറിയുന്ന റബ്ബാണ് എന്ത് ചെയ്തത്, ഈ ഖുർആനിൽ നമുക്ക് എല്ലാ കാലഘട്ടത്തിലും മതിയായതായി അവതരിപ്പിച്ചു തന്നിട്ടുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ ഖുർആൻ മറ്റെല്ലാ കിതാബുകളെയും നസ്ഖ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും ആ ഖുർആൻ്റെ മഹത്വം റബ്ബിൻ്റെ അടുക്കൽ. മുൻപ് കഴിഞ്ഞ എല്ലാ കിതാബുകളും, ഇബ്രാഹിം നബിക്ക് കിട്ടിയ കിതാബ്, മൂസാ നബിക്ക് കിട്ടിയ കിതാബ്, ദാവൂദ് അലൈഹി സ്വലാം കിട്ടിയ കിതാബ്, ഈസാ അലൈഹി സ്വലാം കിട്ടിയ, ഇതെല്ലാം ഈ ഒരൊറ്റൊരു കിതാബ് കൊണ്ട് നസ്ഖ് ചെയ്യപ്പെട്ടെങ്കിൽ എന്താണ് ഈ കിതാബിൻ്റെ മഹത്വം റബ്ബിൻ്റെ അടുക്കൽ എത്രമാത്രം വലുതായിരിക്കും. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈ കിതാബിന് എത്രമാത്രം മഹത്വം നമ്മൾ കൊടുത്തിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. റബ്ബിൻ്റെ അടുക്കൽ ഈ കിതാബിന് അത്രയും സ്ഥാനമുണ്ട്. റബ്ബ് ഈ കിതാബിനെ മറ്റെല്ലാ കിതാബുകളെക്കാളും മികച്ച പദവി നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഈ കിതാബിനുള്ള സ്ഥാനം എന്താണ് അല്ലേ? നമ്മുടെ വീടുകളിൽ മറ്റെന്തൊക്കെ പത്രങ്ങളോ മാഗസീനുകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ എപ്പോഴെങ്കിലും എടുത്ത് വായിക്കുകയും മറിച്ചു നോക്കുകയും ചെയ്യുന്ന ആളുകൾ പോലും ഏറ്റവും കുറച്ച് മാത്രം എടുക്കുന്ന നമ്മുടെ ഷെൽഫുകളിലും അലമാരകളിലൊക്കെ പൊടി പിടിച്ച് ചെലന്തി വല കെട്ടിയൊരു മൂലക്കിരിക്കുന്നൊരു കിതാബായി ഖുർആൻ മാറിയിട്ടുണ്ട് പല വീടുകളിൽ. അത് വളരെ അപകടം പിടിച്ച വിഷയമാണ്. അന്ന് മാത്രമല്ല, വായിക്കാതിരിക്കുന്ന മാത്രമല്ല വിഷയം. ഖുർആൻ ഇറങ്ങുന്നത് കേവലം വായിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. ഈ വായിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കി അതൊട്ട് ആലോചിച്ച് അത് എങ്ങനെയാണോ സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയത് അതേപോലെ തന്നെ പ്രാക്ടിക്കലാക്കുമ്പോഴേ
നമ്മൾ ഖുർആൻ്റെ ഉമ്മത്താവുന്നുള്ളൂ. അതല്ലാതെ നമ്മുടെ വീട്ടിൽ മുസ്ഹഫുണ്ട്, നമ്മുടെ പള്ളികളിൽ മുസ്ഹഫുണ്ട്, എപ്പോഴെങ്കിലും എന്തെങ്കിലും കുരുത്തിരി ഓതുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഖുർആനിൻ്റെ ആളുകളാവില്ല. നമ്മൾ ഖുർആനിൻ്റെ ആളുകളാവുന്നത് എങ്ങനെയാണോ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ ആളുകളാക്കിയത് അതേപോലെ ആകുമ്പോഴാണ് നമ്മൾ ഖുർആനിൻ്റെ ആളുകളാവും. അവരുടെ അതേ വിശ്വാസം, അവരുടെ അതേ ആദർശം, അതേ നിലപാടുകൾ, അവരുടെ അതേ സ്വഭാവ മര്യാദകൾ, ഇബാദത്തിൻ്റെ രീതികളൊക്കെ അവരുടെ അതേപോലെ ആക്കി അവർ ഖുർആൻ പാരായണം ചെയ്തിരുന്നത് എല്ലാം അവരുടെ അതേപോലെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ ഖുർആനിൻ്റെ ആളുകളാവുക എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കാം. പിന്നെ അടുത്ത വിഷയം എന്നുള്ളത് വറുസുലിഹി, അവൻ്റെ റസൂലുമാരിലുള്ള വിശ്വാസം. റസൂൽ എന്ന് വെച്ചാൽ മനുഷ്യന്മാരെന്നെ, മനുഷ്യന്മാരിലെ പുരുഷനായിട്ടുള്ള ആണുങ്ങളാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്. നമുക്ക് നമ്മുടെ എന്തെങ്കിലും പരിശ്രമം കൊണ്ടോ മികവ് കൊണ്ടോ ആയിത്തീരാൻ സാധിക്കുന്നൊരു കാര്യമല്ല. അള്ളാഹു ചില ആളുകളെ എന്ത് ചെയ്യും, ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ആളുകളെ അള്ളാഹു തിരഞ്ഞെടുക്കും. എന്നിട്ട് അവരിലേക്ക് എന്ത് ചെയ്യും, അവൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലെങ്കിൽ നേരിട്ട് സംസാരിച്ചിട്ടൊക്കെ പല ആളുകൾക്കും പല അറിവുകളും വഹി എത്തിച്ചു കൊടുക്കും. അങ്ങനെ വഹി കിട്ടുന്ന ആളുകളാണ് നബിയാവുക. അങ്ങനെ വഹി കിട്ടുന്ന ആളുകളാണ് നബി ആയിത്തീരുക. പക്ഷെ അള്ളാഹു അവൻ്റെ സംസാരം അത് മലക്കുകൾ മുഖേനയോ നേരിട്ടോ എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ് നബി ആയിത്തീരുക. ഇനി ഈ നബി തന്നെ ആ ഒരു സംസാരം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെടുന്ന ഒരാളാണെങ്കിൽ, അത് ചുമതലപ്പെടുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള നബിമാർക്കാണ് റസൂലുമാരെന്ന് പറയും. അങ്ങനെയുള്ള നബിമാർക്കാണ് റസൂലുമാരെന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ റസൂലും നബിയാണ്, പക്ഷെ എല്ലാ നബിയും എന്തല്ല, റസൂലല്ല. എല്ലാ റസൂലും നബിയാണ്, എന്നാൽ എല്ലാ നബിയും റസൂലല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി കിട്ടിയ എല്ലാവരും നബിമാരാണ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ അഡീഷണലായിട്ട് ആ ഒരു കിട്ടിയ വഹി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ചുമതല കൂടെ കിട്ടുമ്പോൾ എന്തായി, ആ വ്യക്തി റസൂലായിത്തീരും. അപ്പം അങ്ങനെയുള്ള റസൂലുമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിൽ പല ഭാഷകളിൽ പല രൂപത്തിൽ പല ആളുകളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ പലരും സഹോദരന്മാരുണ്ട്, ചിലർ ഉപ്പയും മകനുണ്ട്. അങ്ങനെ പലതരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റസൂലുമാരിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ റസൂലുമാരിലും നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം വിശ്വസിച്ചാൽ പോരാ, എല്ലാ റസൂലുമാരിലും നമ്മൾ വിശ്വസിക്കണം. ഇപ്പോൾ ഏതുപോലെ, ഇപ്പോൾ ജൂതനസാറാക്കൾ നമ്മൾ നോക്കി, ജൂതന്മാർ ഈസാ നബിയിലും അവിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അവിശ്വസിക്കുന്നുണ്ട്. നസാറാക്കളാണെങ്കിൽ നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അവിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വിശ്വസിക്കാനോ അദ്ദേഹം റസൂലാണെന്ന് കണക്ക് കൂട്ടാക്കാനോ അവർ തയ്യാറാകുന്നില്ല. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മൂസാ നബിയിലും വിശ്വസിക്കണം, ഈസാ നബിയിലും വിശ്വസിക്കണം അലൈഹിമുസ്സലാം. എല്ലാ നബിമാരിലും അവർ വിശ്വസിക്കണം. അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യത. ഒരു റസൂലിനെ പോലും കളവാക്കാനോ നിഷേധിക്കാനോ ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ്. അത് ഖുർആനിൽ തന്നെ ഏകദേശം 25ഓളം നബിമാരുടെ പേരുകൾ ഖുർആനിൽ വന്നു. അതല്ലാത്ത മറ്റു നബിമാരുണ്ട്. ചിലരുടെ പേരുകൾ ഖുർആനിൽ പറയാതെ പരാമർശിച്ച നബിമാർ ചരിത്രങ്ങളൊക്കെ ഉണ്ട്, ഹദീസുകൾ വന്ന ചരിത്രങ്ങളുണ്ട്, അങ്ങനെ പലതുമുണ്ട്. അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഞാൻ ചുരുക്കി പറയണം, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മികച്ച ആളുകൾ റസൂലുമാരിൽ തന്നെ ഏറ്റവും മികച്ച ആളുകൾ 5 പേരാണ്. അവരെ ഉലുൽ അസ്മ എന്നാണ് പറയും. അവരെ ഉലുൽ അസ്മ എന്നാണ് പറയും. അവർ ആരൊക്കെ? നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പേരാണ് ഏറ്റവും മികച്ച ഉലുൽ അസ്മ എന്ന പേരിലാണ് അവർ അറിയപ്പെടുക. റസൂലുമാരിൽ തന്നെ ഏറ്റവും മികച്ച ആളുകൾ വരാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റസൂലുമാരിൽ വിശ്വസിക്കേണ്ടത് ഒന്നാമത്തത് അവരെല്ലാവരും അള്ളാഹുവിൻ്റെ റസൂലുമാരാണ്, അള്ളാഹു അവരെ റസൂലായി തിരഞ്ഞെടുത്തതാണെന്നുള്ളതാണ്.
രണ്ടാമത്തത് അവരിൽ പേര് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആളുകളെ ആ പേരോടുകൂടി തന്നെ വിശ്വസിക്കണം. ഇവിടെ പറഞ്ഞ പേരുകൾ നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം, മൂസ, ഈസ, ആദം, അങ്ങനെ ധാരാളം പേരുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൂന്നാമത്തെ വിഷയം എന്നുള്ളത് അവരെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അല്ലെ, പല ചരിത്രം ഖുറാനിലൊക്കെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ഖുറാനിൽ അഹ്കാമുകൾ, ഹലാൽ ഹറാമുകളെക്കാളും എത്രയോ മടങ്ങ് നമുക്ക് കാണാൻ സാധിക്കുക ചരിത്രങ്ങളാണ്, പ്രത്യേകിച്ച് നബിമാരുടെ ചരിത്രങ്ങൾ. ആ ചരിത്രങ്ങളിൽ അവരെ സംബന്ധിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഏതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടതുപോലെ, മൂസ അലൈഹിസ്സലാം കടലിൻ്റെ മുന്നിൽ കുടുങ്ങി വടിയെടുത്തടിച്ചപ്പോൾ കടൽ 2 ഭാഗങ്ങളായി പടർന്നു മാറി അതിനിടയിലൂടെ നടന്ന് രക്ഷപ്പെട്ടതുപോലെ, അങ്ങനെ ധാരാളം സംഭവങ്ങൾ. ഈസാ അലൈഹിസ്സലാമിൻ്റെ ഉപ്പയില്ലാതെ ജനിച്ചു, എന്നാൽ വ്യഭിചാര സന്തതിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക രൂപത്തിൽ മറിയം അലൈഹിസ്സലാമിലേക്ക് റൂഹ് ഇട്ടുകൊടുക്കുകയും ആ റൂഹ് വയറ്റിൽ കടന്ന് വളർന്ന് പ്രസവിക്കുകയും ചെയ്തു. തൊട്ടിൽ സംസാരിച്ചു. അങ്ങനെ ധാരാളം വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നബിമാരെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ നമ്മൾ സത്യപ്പെടുത്തണം. നബിമാരെ സംബന്ധിച്ച് അള്ളാഹു പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ നമ്മൾ സത്യപ്പെടുത്തണം. പിന്നെ 4-മത്തെ കാര്യം എന്നുള്ളത് റസൂലുമാരിൽ വിശ്വാസത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിലേക്ക് അയക്കപ്പെട്ട റസൂൽ, ആ റസൂലിൻ്റെ ശരീഅത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനുസരിക്കണം. അല്ലെ, വമാ ആതാകുമുർ റസൂലു ഫഖുദു, ആ റസൂൽ നിങ്ങൾക്ക് എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം, നിർബന്ധം. വമാ നഹാകും അൻഹു ഫൻതഹു, ആ റസൂൽ നിങ്ങളെ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുന്നുണ്ടെങ്കിൽ, അകറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം, മാറി നിൽക്കണം, ചെയ്യരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ലെമൻ അതാ അർ റസൂല ഫഖദ അതാ അള്ളാഹ്, ആരാണോ റസൂൽ അനുസരിച്ചത് അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. റസൂലിനെ ധിക്കരിച്ചവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നു. റസൂലിനെ ധിക്കരിക്കുന്നവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പല ആളുകൾക്കും അറിവില്ലാതെ അല്ലെങ്കിൽ കൃത്യമായ ദീനെ സംബന്ധിച്ച അടിസ്ഥാനങ്ങൾ ബോധമില്ലാതെ അവരെന്ത് ചെയ്യാറുണ്ട്? പല ഹദീസുകളെ നിസ്സാരവൽക്കരിക്കാറുണ്ട്. ഖുർആനൊന്നുമല്ലല്ലോ, ഹദീസല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ളതല്ലേ, അതുകൊണ്ട് അതൊന്നും അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന രൂപത്തിൽ പലരും പ്രതികരിക്കാറ്. അത് വലിയ അപകടമാണ്. അത് വലിയ അപകടമാണ്. ഹദീസ് നിഷേധികൾ എന്ന് നമ്മുടെ നാട്ടിൽ വിളിക്കപ്പെടുന്ന ആളുകൾ, നമ്മൾ ശ്രദ്ധിക്കണം, എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഹദീസ് നിഷേധിക്കുന്നതെന്നുള്ളതല്ല വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ട ഏതെങ്കിലും ഒരു ഹദീസ് നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ, നമ്മളത് വിശ്വസിക്കാതിരിക്കുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വലിയ അപകടത്തിലാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തിലെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബ, എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ് വിസമ്മതിച്ച ആളുകൾ, കൂട്ടാക്കാത്ത ആളുകൾ ഒഴികെ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വഹാബത്ത് അത്ഭുതത്തോട് ചോദിക്കുക, അള്ളാഹുവിൻ്റെ റസൂലേ, വമൻ യഅബ യാ റസൂലല്ലാഹ്, അങ്ങനെ ആരെങ്കിലും വേണ്ടാന്ന് പറയുമോ, കൂട്ടാക്കാതിരിക്കുമോ, സമ്മതിക്കാതിരിക്കുമോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, മൻ അതാഅനി ദഖലൽ ജന്ന, ആരാണോ എന്നെ അനുസരിക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി ഫഖദ് അബ, ആരാണോ എന്നെ അനുസരിക്കാതിരിക്കുന്നത് അവൻ എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറയുന്നവനെ പോലെ, വിസമ്മതിച്ചവനെ പോലെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത് വലിയ അപകടമാണ്. പല ആളുകൾക്ക് അതിൻ്റെ ഗൗരവവും നമ്മുടെ നാട്ടിൽ തന്നെ പലർക്കും മനസ്സിലായിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ എന്ത് ചെയ്യണം, എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി ഒരു സംഭവം മാത്രം പറയും. അദ്ദേഹം പച്ച കുത്തുന്ന സ്ത്രീകളെയും പച്ച കുത്തി കൊടുക്കുന്നവരെയും ശപിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങളെങ്ങനെയാണ്, നിങ്ങൾക്കെങ്ങനെ ഇത് ശപിക്കാനുള്ള അധികാരമുള്ളത് ദീനിൽ? അള്ളാഹുവിൻ്റെ ദീനിൽ നിങ്ങൾക്കിങ്ങനെ ഒരാളെ ശപിക്കാൻ എന്ത് അധികാരമാണുള്ളത്? അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ അല്ല, അള്ളാഹു ശപിച്ച ഒരാളെ ഞാൻ എങ്ങനെ ശപിക്കാതിരിക്കുക? ഇബ്നു മസ്ഊദ് ചോദിക്കുക, അള്ളാഹു ശപിച്ച ഒരാൾ ഞാൻ എങ്ങനെ ശപിക്കാതിരിക്കും?
അപ്പോൾ ആ സ്ത്രീ ചോദിക്കണം, ഞാൻ ഈ ഖുർആൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഓതിയിട്ടുണ്ട്, പക്ഷെ ഇതിലെവിടെയും അള്ളാഹു പച്ച കുത്തുന്നവർ ശപിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഈ ഖുർആനിലെവിടെയും അള്ളാഹു പച്ച കുത്തുന്നവരെ ശപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അത് ഓതേണ്ടതുപോലെ ഓതാത്തത് കൊണ്ടാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു, റസൂൽ നിങ്ങൾക്കൊരു കാര്യം കൊണ്ടുവന്ന് തന്നാൽ നിങ്ങളത് സ്വീകരിക്കണം, നിർബന്ധമാണ്. വമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ നിങ്ങളൊരു കാര്യത്തെ തൊട്ട് വിലക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം, നിർബന്ധമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ വാഷിമാത്തി വൽ മുത്തവഷിമാത്ത് എന്ന് പറഞ്ഞ ഹദീസ് എന്ത് ചെയ്യണം, ഓതിക്കൊടുക്കുക. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചാൽ അള്ളാഹു ശപിച്ച പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയാൽ അള്ളാഹു വിലക്കിയ പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചാൽ അള്ളാഹ് കൽപ്പിച്ച പോലെ. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പ്രത്യേകിച്ച് വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, അള്ളാഹു അത് തിരുത്തും. അതങ്ങനെ എന്തില്ല, തുടരാൻ സമ്മതിക്കൂല. എന്നുവെച്ചാൽ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് കൽപ്പനയില്ലാത്തൊരു കാര്യം പ്രവർത്തിച്ചു എന്ന് വിചാരിക്കാം, അത് തിരുത്തപ്പെടേണ്ട കാര്യമാണ്, ദീനായിട്ട് നമ്മൾക്ക് പിൻപറ്റാൻ പറ്റുന്നൊരു കാര്യമല്ലെങ്കിൽ അള്ളാഹു അത് തിരുത്തിയിരിക്കും. അതിനങ്ങനെ തന്നെ തുടരാൻ സമ്മതിക്കൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും റോൾ മോഡലാണ്. ഒരു കാര്യം തെറ്റ് ചെയ്തിട്ട് അള്ളാഹു അത് തിരുത്തിയിട്ടില്ലെങ്കിൽ ആ തെറ്റിനെന്ത് ചെയ്യും, എല്ലാവരും പിന്തുടരും, എല്ലാവരും അനുകരിക്കും. ഏതുപോലെ, അബസവത്തവല്ല എന്നുള്ള സൂറത്ത് ഇറങ്ങിയതുപോലെ. ആ സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്താ, ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, കണ്ണ് കാണാത്ത സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എന്തോ ഒരു കാര്യം, ദീനിൻ്റെ വിഷയങ്ങൾ സംശയം ചോദിക്കാൻ എന്തിനോ ഓടി വരികയാണ്. കണ്ണ് കാണില്ലെങ്കിലും വളരെ ആവേശത്തോടെ അദ്ദേഹം വരികയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ മുശ്രിക്കുകളുടെ നേതാക്കന്മാർക്ക് ദീനിൻ്റെ കാര്യങ്ങൾ, അടിസ്ഥാനങ്ങൾ, തൗഹീദും മറ്റൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സന്ദർഭത്തിനിടയിൽ ഇദ്ദേഹം കടന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവർ ഇസ്ലാം സ്വീകരിച്ചാൽ ഈ മക്കക്കാർ മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ചാൻസ് ഉണ്ട്. അതിനിടയിൽ ഇദ്ദേഹം ഇടയിൽ കൂടെ വന്നത് ഒരു അത്ര തൃപ്തികരമായില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് ചുളുങ്ങി. അദ്ദേഹത്തെ തൽക്കാലം എന്ത് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല, തിരിഞ്ഞു കളഞ്ഞു. കാരണം അബസ വതവല്ല, മുഖം ചുളച്ചു, തിരിഞ്ഞു കളഞ്ഞു എന്ന് അള്ളാഹു ആയത്തിറക്കിയത് ഈ ഒരു കാര്യത്തെ വിമർശിച്ചുകൊണ്ടാണ്. എന്നുവെച്ചാൽ ചെറിയൊരു അദ്ദേഹം അത് കണ്ടിട്ട് പോലും, കണ്ണ് കാണാത്ത ആളാണ്, അദ്ദേഹത്തിന് മനസ്സിലത് വിഷമുണ്ടാക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ചെറിയൊരു മൈന്യൂട്ടായൊരു വിഷയത്തിൽ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചാൽ പോലും അള്ളാഹു അത് തിരുത്താതെ വിടൂല. അതിൻ്റെ അർത്ഥം നേരെ തിരിച്ചു പറഞ്ഞാൽ, ദീനായിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെല്ലാം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾക്ക് മാതൃകയാക്കാൻ അനുയോജ്യമായ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ച് പറഞ്ഞതായിക്കോട്ടെ, സങ്കടപ്പെട്ട് പറഞ്ഞതായിക്കോട്ടെ, പെട്ടെന്ന് എടുത്ത് പറഞ്ഞതായിക്കോട്ടെ, അല്ലെങ്കിൽ മറന്നു പോവാനോ അല്ലെങ്കിൽ തെറ്റിപ്പറയാനോ ഒന്നും അവിടെ ചാൻസ് ഇല്ല. അള്ളാഹു വമാ യൻതിഖു അനിൽ ഹവ, അള്ളാഹ് ഖുർആനിൽ പറയും, സ്വന്തം ഇഷ്ടപ്രകാരം ദീനിൻ്റെ ഒരു കാര്യം അദ്ദേഹം സംസാരിക്കൂല. ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹാ, അതെന്തല്ലാതെ, അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വഹിയല്ലാതെ അത് മറ്റൊന്നുമല്ല എന്നുള്ള പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ദീനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദീൻ തന്നെയാണ്. അത് ഖുർആൻ്റെ ആയത്തിലുണ്ടോ, ആയത്തിൽ ഏതൊരു ഭാഗത്ത് അവിടെ വിശദീകരണത്തിൽ വരുന്നുണ്ടോ, ആയത്തിലില്ലാത്തൊരു കാര്യം നമ്മളെങ്ങനെ ഹദീസിൽ വന്നാൽ സ്വീകരിക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അവിടെ യാതൊരു പ്രസക്തിയില്ല. എത്രത്തോളം എന്നറിയോ, സഹാബികൾ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ കൊണ്ട് ജിബ്രീൽ ഇറങ്ങി വരാറുള്ളത് പോലെ ഹദീസുകൾ കൊണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരാറുള്ളത് പോലെ തന്നെ ഹദീസുകൾ കൊണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരാറുണ്ട് എന്ന് സഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച സഹാബികൾ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. രണ്ടും വഹിയാണ്, രണ്ടും ദീനിൻ്റെ പ്രമാണങ്ങളാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഖുർആനിൽ വന്നാലും ഹദീസിൽ വന്നാലും ഒരേപോലെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതുപോലെയാണ്. നമുക്കത് അനുസരിക്കലും വിശ്വസിക്കലും
അതിൻ്റെ അടിസ്ഥാന ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തലും നിർബന്ധ ബാധ്യത. അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു. കാരണം ഇത് പല ആളുകൾക്ക് തെറ്റിദ്ധാരണയുള്ള ഒരു വിഷയമായതുകൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചു. പിന്നെ ഈ നബിമാർക്കുള്ള ചില പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് എന്ത്? നബിമാർക്ക് ഈ വഹീൻ്റെ വിഷയത്തിൽ തെറ്റുകൾ പറ്റൂല. വഹീൻ്റെ വിഷയത്തിൽ എന്ന് വെച്ചാൽ അള്ളാഹു, ഇപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു എന്ത് ചെയ്യണം? ഒരു ഖുർആൻ്റെ ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുക. ആ സൂറത്ത് സഹാബത്തിന് ഓതിക്കൊടുക്കുമ്പോൾ, പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏതെങ്കിലും ആയത്ത് വിട്ടുപോകില്ല. ഏതെങ്കിലും ആയത്ത് വിട്ടുപോകില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആയത്ത് തെറ്റി ഓതിക്കൊടുക്കൂല. അതെന്താ? മനുഷ്യനാകുമ്പോൾ തെറ്റുകൾ പറ്റൂലേ? പറ്റാം. പക്ഷേ നബിമാരെ അള്ളാഹു വഹീയുടെ വിഷയത്തിൽ തെറ്റുപറ്റുന്നതിൽ നിന്ന് സംരക്ഷിച്ചിട്ടുണ്ട്. നബിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹീൻ്റെ വിഷയത്തിൽ, ദീനിൻ്റെ വിഷയത്തിൽ തെറ്റുകൾ പറ്റുന്നതിൽ നിന്ന് സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? അതാണ് മാസൂമീങ്ങളാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. അതിൻ്റെ അർത്ഥം അതാണ്, സംരക്ഷിക്കപ്പെട്ടവരാണ്. അതേപോലെ തന്നെ നബിമാർക്ക് എന്തും സംഭവിക്കൂല. വൻപാപങ്ങൾ, വലിയ തിന്മകൾ, ഗുരുതരമായ തിന്മകൾ നബിമാർക്ക് സംഭവിക്കൂല. എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലും വളരെ നിസ്സാരമായ മൈന്യൂട്ടായ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചേക്കാം. പക്ഷേ അതിൽ തന്നെ തുടരുകയോ ഇല്ല. അപ്പം തന്നെ അള്ളാഹു ആയത്തിറക്കും, വഹിയിറക്കും, അത് തിരുത്തും, അത് നേരെയാക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നബിസാസൻ ജീവിതത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും മൈന്യൂട്ടായ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാമെന്നല്ലാതെ വലിയ ഭീമമായ അബദ്ധങ്ങൾ, വലിയ തിന്മകളൊന്നും ഒരിക്കലും നബിമാരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നബിമാരെക്കാൾ മികച്ച പദവിയിലേക്ക് ഒരാൾക്കെത്താൻ കഴിയില്ല. എത്ര നമ്മൾ കഷ്ടപ്പെട്ട്, എത്രയൊക്കെ നമ്മൾ ഇബാദത്തുകൾ ചെയ്താൽ, എത്രയൊക്കെ ഇൽമ് കരസ്ഥമാക്കിയ ഒരാൾക്കും നബിമാരുടെ പദവിയിലേക്ക് എത്താൻ കഴിയില്ല. ഒരാൾക്കും. അതെന്തിനു പറയുന്നത് വെച്ചാൽ, നമ്മളിൽ പല ആളുകൾക്ക് ഇതെന്തിനിപ്പോൾ പറയേണ്ട ആവശ്യം? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അടിസ്ഥാന ബോധ്യം പോലും ഇല്ലാത്ത ആളുകൾ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. പല ത്വരീഖത്തിൻ്റെയും പല സൂഫിയത്തിൻ്റെയൊക്കെ ആളുകൾ. അതിൽപ്പെട്ട പല ആളുകൾക്കും ഈ ഒരു അടിസ്ഥാന ബോധ്യം പോലും ഇല്ലാത്ത ആളുകളാണ്. എത്രത്തോളം നമ്മുടെ നാട്ടിൽ തന്നെ പല ആളുകളുടെ, പല ത്വരീഖത്തിൻ്റെ ഷെയ്ഖന്മാരുടെയും ആളുകളാണെന്ന് പറയുന്ന ആളുകൾ, അവർ വിശ്വസിക്കുന്ന വിശ്വാസം നിങ്ങൾ ശ്രദ്ധിക്കണം. വലിയ അപകടം പിടിച്ച വിശ്വാസം. അവർ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ത്വരീഖത്തിൻ്റെ ഷെയ്ഖിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, ധാരാളം വ്യാപകമായിട്ടുണ്ട്. ഉദാഹരണം നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞുതരാം. ഇപ്പോൾ സി എം മടവൂരിനെ സംബന്ധിച്ച് അവരുടെ ശിഷ്യൻ, നമ്മൾ പറയുന്നല്ല, അവരുടെ തന്നെ ശിഷ്യൻ എഴുതുകയാണെന്ത്, ഞങ്ങളുടെ ഷെയ്ഖുന റമദാനിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നോമ്പെടുക്കുന്നവരെ നോമ്പ് മുറിപ്പിക്കാറുമുണ്ടായിരുന്നു. അവരങ്ങനെ എഴുതുന്നത് കുറ്റമായിട്ടല്ല എഴുതുന്നത്, അവരതൊരു മദ്ഹായി പോരിശയായിട്ട് പറയാം. പക്ഷെ ഞങ്ങളുടെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ റസൂലുമാരേക്കാൾ വലിയ പദവിയിലേക്ക് എത്തിയാണ്. റസൂലുമാരുടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ ഷെയ്ഖിനെ പിൻപറ്റേണ്ട ആവശ്യമില്ല. റസൂലുമാർ വാജിബാക്കിയ കാര്യങ്ങൾ അവർക്ക് വാജിബല്ല, റസൂലുമാർ ഹറാമാക്കിയ കാര്യങ്ങൾ അവർക്ക് ഹറാമല്ല എന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ പലപ്പോഴും എത്തിപ്പോകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ടതില്ല എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്നവൻ കാഫറോ, വളരെ ഗൗരവമുള്ള വിഷയം. നമ്മൾ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നമ്മൾ ശരിക്കും നിസ്കരിക്കുന്ന ഒരാളാണ്, എല്ലാ 5 നേരം നിസ്കരിക്കുന്ന, മറ്റെല്ലാ ഇബാദത്തുകളും കൃത്യമായി പാലിക്കുന്ന, ഹറാമ് വിട്ടു നിൽക്കുന്ന ഒരാളാണെങ്കിലും നമ്മൾ വിശ്വസിക്കുകയാണെന്ത്, ഇന്നൊരാൾക്ക്, ഇന്നൊരു ഷെയ്ഖിന്, ഇന്നൊരു വലിയന് ഇത് നിർബന്ധമല്ല, അല്ലെങ്കിൽ അയാൾക്ക് ഈ ഹറാമല്ല എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദീനിന് പുറത്തു പോകും. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത്രയും വലിയ അപകടത്തിലേക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പല ആളുകളും പെട്ടുപോകുന്നുണ്ട്. പിന്നെയുള്ള വിഷയം,
പിന്നെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുക. ഈ റസൂൽമാരുടെ വിശ്വാസത്തിൽ നമുക്ക് കിട്ടേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണപാഠെന്നുള്ളത്, നമുക്കതിൽ നിന്ന് കിട്ടേണ്ട ഫലം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് അടിമകളോടുള്ളത്. കാരണം നമുക്ക് ഒന്നാലോചിച്ച് നോക്കിയേ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഹിദായത്തിന് വേണ്ടി ഒരു കിതാബ് മാത്രം കൂടെ ഇറക്കിയിട്ട് ഈ കിതാബ് നിങ്ങൾ വായിച്ചിട്ട് അങ്ങോട്ട് പ്രവർത്തിച്ചോളൂ എന്നുള്ള കൽപ്പന അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ ആ കിതാബിനെ പിൻപറ്റാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കിതാബ് അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ കിതാബ് എങ്ങനെയാണ് പ്രാക്ടിക്കലാക്കേണ്ടത്, അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള രൂപം എന്താണ് എന്നുള്ളത് ജീവിച്ച് കാണിച്ച ഒരാളെ നമുക്ക് മുന്നിൽ മാതൃകയാക്കി നിശ്ചയിച്ച് തരാം. എന്നുവെച്ചാൽ ഇത് വെറും കിതാബ് തിയററ്റിക്കലായിട്ടുള്ള പ്രാക്ടിക്കലാക്കാൻ പറ്റാത്തൊരു തിയറി അല്ലത് ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഏത് വിഷയങ്ങളുള്ളതായിക്കോട്ടെ, അതെല്ലാം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രാക്ടിക്കലാക്കാൻ കഴിയും, പറ്റുന്ന കാര്യം. അതിന് ഏറ്റവും വലിയ തെളിവാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ റഹ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നോക്കിയാൽ മതി എന്താണ് ഖുർആൻ്റെ ആശയം എന്ന് മനസ്സിലാവാൻ. ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ് തിരിച്ചറിയാൻ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലേക്ക് നോക്കിയാൽ വളരെ സിമ്പിളാണ്. ഈ ആയത്ത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. ജീവിക്കുന്നൊരു ഖുർആൻ്റെ കോപ്പി എന്ന് പറയാൻ പറ്റും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ. അതൊക്കെ റബ്ബ് സുബ്ഹാനഹു നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ഇനി അതിനുശേഷം പരലോകത്തിലുള്ള വിശ്വാസം, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ. പരലോകത്തിലുള്ള വിശ്വാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മരണത്തോടുകൂടെ, അതായത് നമ്മുടെ റൂഹ് പിടിച്ചെടുക്കാൻ മലക്കുകൾ ഹാജരാകുന്ന ആ സന്ദർഭം മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് സ്വർഗ്ഗക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുക, നരകക്കാർ നരകത്തിൽ പ്രവേശിക്കുക, അതുവരേക്കുമുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഒറ്റൊരു വാക്കിൽ പറയുന്ന പേരാണ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്നത്. അപ്പോൾ അതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതിലെല്ലാത്തിലും നമ്മൾ വിശ്വസിക്കണം. അതിൽ ആദ്യം പഠിപ്പിക്കപ്പെട്ട കാര്യം, നമ്മുടെ റൂഹ് പിടിച്ചെടുക്കാൻ മലക്കുകൾ വരികയും ആ വരുന്ന സന്ദർഭമൊക്കെ ഹദീസുകൾ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. നല്ല ഈമാനുള്ള, തൗഹീദിൽ ശിർക്ക് കലരാത്ത, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നൊരടിമയാണെങ്കിൽ അവൻ്റെ അടുക്കലേക്ക് വരുന്ന മലക്കുകൾ വളരെയധികം സുന്ദരന്മാരും കാണുമ്പോൾ സന്തോഷം ഉളവാക്കുന്ന രൂപത്തിലുള്ള ഒരു രീതിയിലും പ്രകൃതത്തിലുമൊക്കെയാണ് അവർ കടന്നു വരിക. അങ്ങനെ അവർ ഈ റൂഹിനെ ക്ഷണിക്കുമ്പോഴേക്കും ഈ റൂഹ് എന്ത് ചെയ്യും, ശരീരത്തെ വിട്ട് അവരടുക്കലേക്ക് പോവുകയും അങ്ങനെ അവർ ഈ റൂഹിനെ സുഗന്ധവും മറ്റുമൊക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള കഫൻ പുടവയിൽ ഈ റൂഹിനെ പൊതിയുകയും അങ്ങനെ ഇതുമായി ഓരോ ആകാശങ്ങൾ കടന്ന് 7ാം ആകാശത്തിൻ്റെ മുകളിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഇല്ലീൻ എന്ന് പറയുന്ന രേഖയിൽ ഈ റൂഹിൻ്റെ പേര് എഴുതി വയ്ക്കുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും ഖബറിലേക്ക് തന്നെ മടക്കി കൊണ്ടുപോകും. ഇനി അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാത്ത, ഷിർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയോ ചെയ്യാത്ത ഒരാളൊക്കെ ആണെങ്കിൽ വളരെ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ, വളരെ ശക്തമായ ഭയം തോന്നുന്ന രൂപത്തിൽ ഉള്ള മലക്കുകളാണ് ഈ റൂഹ് പിടിച്ചെടുക്കാൻ കടന്നു വരിക. അങ്ങനെ ഈ റൂഹ് ശരീരത്തിനുള്ളിലേക്ക് ഉൾവലിയുകയും അങ്ങനെ വളരെ ശക്തമായ പ്രഹരത്തോടുകൂടെ വേദനയുണ്ടാക്കുന്ന രൂപത്തിൽ ബലം പ്രയോഗിച്ചിട്ട് ആ റൂഹിനെ ശരീരത്തിനുള്ളിൽ നിന്ന് വലിച്ചെടുക്കുകയും അങ്ങനെ ഈ റൂഹിനെ ശരീരത്തിൽ നിന്ന് റൂഹ് പിടിച്ചെടുത്ത റൂഹിനെ ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മലക്കുകൾ ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കാതിരിക്കുകയും അങ്ങനെ താഴേക്ക് മുകളിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് താഴേക്ക് പോവുകയും അങ്ങനെ സിജ്ജീൻ എന്ന് പറയുന്ന
മോശപ്പെട്ട ആളുകളുടെ രേഖയിൽ ഈ റൂഹിൻ്റെ പേര് എഴുതി വയ്ക്കുകയും ചെയ്യും. അങ്ങനെ തിരിച്ച് നല്ല റൂഹാണെങ്കിലും മോശപ്പെട്ട റൂഹാണെങ്കിലും ഇത്രയും കഴിഞ്ഞതിന് ശേഷം അത് ഖബറിലേക്ക് വയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഈ മയ്യത്ത് ഖബറിൽ വയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? ഈ റൂഹിനെ ശരീരത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കപ്പെടും. അങ്ങനെ ഇട്ട് കൊടുക്കപ്പെട്ട് കഴിഞ്ഞാലാണ് മലക്കുകൾ, 2 മലക്കുകൾ, മുൻകർ എന്നും നക്കീർ എന്നും പേരുള്ള 2 മലക്കുകൾ ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി ഈ ഖബറിലേക്ക് കടന്നു വരിക. മൻ റബ്ബുക, മാ ദീനുക, മൻ നബിയുക. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുന്ന ഒരവസ്ഥയിലാണ് ഇയാൾ ദുനിയാവിൽ ജീവിച്ചതെങ്കിൽ അയാൾക്ക് പിന്നെ ആ ഒരു ഖബറിടം കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കപ്പെടും. അവിടേക്ക് സ്വർഗത്തിൻ്റെ സുഗന്ധം തുറന്നു കൊടുക്കപ്പെടും. അതുപോലെ തന്നെ സ്വർഗത്തിലെ വിരിപ്പ് അയാൾക്ക് വിരിച്ചു കൊടുക്കപ്പെടും. അതുപോലെ തന്നെ ഇയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഇയാൾക്ക് ലഭിച്ചേക്കാവുന്ന അനുഗ്രഹങ്ങൾ അത് ഇവിടെ നിന്ന് പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യും. ഇനി ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നേരെ തിരിച്ചാണ്. നരകത്തിലെ ദുർഗന്ധവും കനത്ത ചൂടുള്ള കാറ്റും അവിടേക്ക് തുറന്നു കൊടുക്കപ്പെടും. തീ കൊണ്ടുള്ള വിരിപ്പ് വിരിച്ചു കൊടുക്കപ്പെടും. ഖബർ അത് വീണ്ടും എടുക്കപ്പെടും. വാരിയെല്ലുകൾ തമ്മിൽ കോർക്കുന്ന രൂപത്തിൽ അത് വീണ്ടും എടുക്കപ്പെടും. അങ്ങനെ ഇവൻ നരകത്തിൽ പ്രവേശിച്ചാൽ ഇവന് കിട്ടാൻ പോകുന്ന ശിക്ഷകൾ ഇവന് ഖബറിൽ വെച്ച് പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കപ്പെടും. അത് ഖിയാമത്ത് നാൾ വരേക്കും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ശിക്ഷയാണെങ്കിലും അനുഗ്രഹമാണെങ്കിലും. അങ്ങനെ അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പാണ്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം ലോകാവസാനിക്കുന്ന ദിവസത്തിൽ എല്ലാ സൃഷ്ടിജാലങ്ങളും മരിച്ച് നശിച്ചു പോകും, തകർന്ന് തരിപ്പണമാവും. അങ്ങനെ ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനത്തിൻ്റെ അന്ന് മരണപ്പെടുന്ന നശിച്ചു പോകുന്ന ജീവജാലങ്ങളും മനുഷ്യരും ഉറക്കം എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വീണ്ടും ജീവിപ്പിക്കും. ജീവിപ്പിക്കുക, ഉയർത്തെഴുന്നേൽപ്പിക്കുക, വസ്ത്രം ധരിക്കാതെ, ചെരുപ്പ് ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിലായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടതിന് ശേഷം പ്രത്യേക ഭൂമി അന്ന് പ്രത്യേക രൂപത്തിലായിട്ടുണ്ടാവും. കുഴികളില്ലാതെ, മലകളില്ലാതെ, കെട്ടിടങ്ങളില്ലാതെ, മരങ്ങളില്ലാതെ, അങ്ങനെ ഒരു തണലുമില്ലാതെ ഒരു പരന്ന ഒരു പ്രതലമായി ഈ ഭൂമി മാറിയിട്ടുണ്ടാവും. ആ പ്രതലത്തിൽ എല്ലാ മനുഷ്യരും ഒത്തുചേരുന്ന സന്ദർഭത്തിൽ സൂര്യൻ വളരെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു നൃത്തം അത് ഒരുപാട് വർഷക്കാലം തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ വിചാരണ ആരംഭിക്കാതെ ആവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ അടുക്കൽ സുജൂദിൽ കിടക്കുകയും ഇവരുടെ വിഷയത്തിൽ വിചാരണ ആരംഭിക്കാൻ റബ്ബിനോട് അപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ വിചാരണ ആരംഭിക്കും. അതിൽ മീസാൻ പറ്റി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മീസാനിൽ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്ത നന്മകളും മറുഭാഗത്ത് നമ്മൾ ചെയ്ത തിന്മകളും തൂക്കി വയ്ക്കപ്പെടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കാണോ നന്മയുടെ ഭാഗം കനം തൂങ്ങുന്നത് അവർ സ്വർഗത്തിലേക്കും തിന്മയുടെ ഭാഗം കനം തൂങ്ങുന്നവർ നരകത്തിലേക്കും എത്തും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസർ അത് ഖിയാമത്ത് നാളിൽ ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കപ്പെടും. അതേപോലെ തന്നെ സിറാത്ത്, നരകത്തിൻ്റെ മുകളിൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള പാലമായിട്ട് സിറാത്ത് ഉണ്ടാവും. വാളിനേക്കാൾ മൂർച്ചയുള്ളതും മുടി നാരിയുടെയേക്കാൾ നേർത്തതുമായ അതിൽ 2 വശങ്ങളിലും കൊളുത്തി വലിക്കുന്ന കൊളുത്തുകളുമുണ്ട്, വളരെ മൂർച്ചയേറിയത്. അങ്ങനെയുള്ള സിറാത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ സ്വർഗത്തിലേക്ക് എത്തുക. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ
ഈ ഒരു പരലോകത്തിലുള്ള വിശ്വാസം ഈമാനു ബിൽ യൗമിൽ ആഖിറിൽ ഉൾപ്പെടുന്നതാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഏതുപോലെ മസീഹുദ് ദജ്ജാൽ, അവൻ്റെ ഫിത്ന ഈ ലോകത്ത് എല്ലായിടത്തും വ്യാപിക്കുന്നത് പോലെ, അവനെ കൊല്ലാൻ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നത് പോലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈമാനു ബിൽ യൗമിൽ ആഖിറിൽ ഉൾപ്പെടുന്നതാണ്. അതേപോലെ തന്നെ അതിലുൾപ്പെടുന്ന മറ്റൊരു കാര്യമാണ് സ്വർഗത്തിലെയും നരകത്തിലെയും ഓരോ വിശേഷണങ്ങളും അവസ്ഥകളും. സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങൾ, അവിടുത്തെ മണിമാളികകൾ, അരുവികൾ, ഫലങ്ങൾ, വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ, അതേപോലെ തന്നെ പരിചാരകർ, ഇണകൾ, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. അതേപോലെ തന്നെ നരകത്തിലെ ശിക്ഷകൾ, അതിൻ്റെ രീതികൾ, അതിൻ്റെ കാഠിന്യം, തീയുടെ കാഠിന്യം, മറ്റ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെയും അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ എന്നതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിനുശേഷം വരുന്നത് ഈമാനു ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസം. ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിൽ പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒന്നാമത്തത് ഇൽമെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും, ആരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു, ആരൊക്കെ നരകത്തിൽ പ്രവേശിക്കുമെന്നും, അങ്ങനെ ഓരോ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് അൽ കിതാബത്ത്. കിതാബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഖലമിനോട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വയ്ക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അത് എഴുതി രേഖപ്പെടുത്തി വയ്ക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. മൂന്നാമത്തേത് മഷീഅത്ത്. മഷീഅത്ത് പറഞ്ഞാൽ ഉദ്ദേശം. റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ഒരു കാര്യമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നില്ല. പക്ഷെ അവൻ ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കും, അവൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കൂല. ഈ പ്രപഞ്ചത്തിൽ ആരൊക്കെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചാൽ സംഭവിക്കും. അതേപോലെ തന്നെ എല്ലാവരും ഉദ്ദേശിച്ചാലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് സംഭവിക്കുകയുമില്ല. നാലാമത്തെ കാര്യം ഖൽഖ്. ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ്. എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നാം ഓരോരുത്തരും. അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പല ആളുകൾക്കുണ്ടാവുന്ന തെറ്റിദ്ധാരണയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളെ തിന്മകൾ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തിന്മകൾ റബ്ബ് നേരത്തെ നിശ്ചയിച്ചത് കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നതാണ്. എന്നുവെച്ചാൽ തിന്മകൾ പറ്റിപ്പോകുന്നതിനെ ഖദറിലേക്ക് ചേർത്ത് പറയാം. പക്ഷെ റബ്ബ് ഈ തിന്മ ഖദറാക്കിയത് കൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന രൂപത്തിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഖദറിലുള്ള വിശ്വാസത്തിനെതിരാകുന്ന കാര്യം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എന്താണ് ഖദറാക്കിയത് എന്നുള്ളത് അള്ളാഹുവിനെ അറിയുള്ളൂ. അതേപോലെ തന്നെ അവനെ അറിയിച്ചു കൊടുത്ത മറ്റേതെങ്കിലും മലക്കുകളോ അങ്ങനെ എന്തെങ്കിലും അപൂർവ സൃഷ്ടികൾക്ക് മാത്രമേ അറിയൂ. നമുക്കൊരിക്കലും നമ്മുടെ മേൽ എന്താണ് റബ്ബ് ഖദറാക്കിയത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അത് അറിഞ്ഞിട്ട് അല്ലല്ലോ ഇവിടെ പ്രവർത്തിക്കുന്നത്, ആ തിന്മ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പറയുന്ന വാദം പൂർണ്ണമായും തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ വാദം വാദിക്കുന്ന ആളുകൾക്ക് തന്നെ അവരോട് ആരെങ്കിലും മോശമായ രൂപത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ അത് ഖദറാണെന്ന് വിചാരിച്ച് തൃപ്തിപ്പെടാനും ആശ്വസിക്കാനും അവർക്ക് സാധിക്കാറില്ല. അപ്പം ഖദർ എന്നുള്ളത് ഒരിക്കലും നമുക്ക് തെറ്റുകൾ ചെയ്യാനുള്ള, അത് തെറ്റുകൾ ചെയ്യുന്നതിന് കൂട്ടുപിടിക്കാനുള്ളൊരു കാര്യമല്ല. തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അത് റബ്ബിനെ ആ തെറ്റിനെ റബ്ബിലേക്ക് ചേർത്തി പറയുക എന്നുള്ളത് ഒരിക്കലും നല്ല ആളുകളുടെ രീതിയല്ല.
നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തിന്മയാണ്. മറിച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മൾ പരമാവധി വരാതിരിക്കാൻ സബബുകളൊക്കെ വഴികളൊക്കെ സ്വീകരിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോകുന്ന മുസീബത്തുകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഖദറുമായി ബന്ധപ്പെടുത്തി പറയാം. അത് റബ്ബ് ഖദ്ദർ അല്ലാഹു വമാ ശാഅ ഫഅൽ. അത് റബ്ബ് ഖദറാക്കിയതാണ് ഇങ്ങനെ സംഭവിക്കാൻ. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ പ്രവർത്തിക്കും എന്നെന്ത് ചെയ്യാം? മുസീബത്തുകളിൽ നമുക്ക് ഖദറിനെ കൂട്ടുപിടിക്കാം എന്നതല്ലാതെ നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് ന്യായീകരണമായിക്കൊണ്ട് ഖദറിനെ കൂട്ടുപിടിക്കുക എന്നുള്ളതൊരിക്കലും ശരിയായ നിലപാടല്ല. അത് വലിയ ഗുരുതരമായ തിന്മയാണ്. ഇതാണ് ചുരുക്കത്തിൽ, വളരെ ചുരുക്കി പറഞ്ഞാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയതാണ്. ഇൻഷാ അല്ലാ ഇതിൽ തന്നെ പിന്നീട് അത് വിശദമായിട്ട് ചെറിയൊരു രൂപത്തിൽ പിന്നീട് വരുന്നുണ്ട്. ഈ 6 കാര്യങ്ങളെ സംബന്ധിച്ചും ചെറിയ രൂപത്തിൽ പിന്നീട് ഈ കിതാബിൽ വരുന്നുണ്ട്.